മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദിവ്യയുടെയും ക്രിസിൻ്റെയും വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട്. ഇവരുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതലും ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പ്രേക്ഷകർ അന്വേഷിക്കുകയും അതുപോലെ തന്നെ അറിയുകയും ചെയ്യുന്നത്. ഇപ്പോഴിതാ ഇവർ ഒരു അഭിമുഖത്തിനിടയിൽ പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഞാൻ ഒരുപാട് പേരെ ബ്ലോക്ക് ചെയ്തു, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തി, എന്ത് കണ്ടാലും വിമർശനമാണ്. എൻ്റെ ഏട്ടനില്ലാത്ത കുഴപ്പം എന്താണ് നിങ്ങൾക്ക്? വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുപാടെടുത്ത് പോയി, അവിടെയെല്ലാം തന്നെ എൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്ന നിരവധി പേരുണ്ട്. ഈ ഇടയ്ക്ക് പോലും ഞാൻ വസ്ത്രമണിഞ്ഞ ഏട്ടനോടൊപ്പവും കുട്ടികളോടൊപ്പം പുറത്തു പോയപ്പോഴും ഒരുപാട് എന്നെ പറഞ്ഞു. ആ വസ്ത്രത്തിന് ഒരു കുഴപ്പവുമില്ല, നല്ലതാണ്, എനിക്ക് ചേരുന്നതാണ് എൻ്റെ ഏട്ടനും മക്കളും പറഞ്ഞു. പിന്നെ മറ്റുള്ളവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ കാണുമ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആളുകൾ ഓരോന്ന് പറയുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായി അത് മാറുന്നതും എന്ന് പറയാം. IFFKയിൽ വന്ന സമയത്ത് ഒരു വീഡിയോ ഇട്ടിരുന്നു. സാധാ വേഷമാണ് അതിൽ ധരിച്ചിരുന്നത്. അതിൽ പോലും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മറ്റു രീതിയിലൊക്കെ തന്നെ അതിനെ കണ്ടു, തെറി പറയുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രമായൊരു ടീം തന്നെ ഉണ്ടെന്ന് പറയാം. എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നെനിക്കറിയില്ല. കുറച്ച് പേരെ ഞാൻ ബ്ലോക്ക് ചെയ്തു, പറ്റുന്നില്ല. ഇങ്ങനെയാണ് ദിവ്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല. എത്രയെന്ന് വെച്ച് നമ്മൾ പറയും, നമുക്കും മടുക്കില്ലേ? അതാണ് ശരിക്കും പറഞ്ഞാലുള്ള അവസ്ഥ എന്നാണ് ദിവ്യ പറയുന്നത്. ഏട്ടൻ്റെ പണം കണ്ടിട്ടാണ്, വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറയുന്ന നിരവധി പേരാണ് എൻ്റെ പിന്നാലെ ഉള്ളത്. എൻ്റെ ഏട്ടന് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തിൻ്റെ സൂക്കേടാണ് നിങ്ങൾക്കൊക്കെ? എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ സ്വീകരിച്ചത്. വിദ്യാഭ്യാസം കുറവേ ഉണ്ടായത് എല്ലാം ആകുമോ? എൻ്റെ ഏട്ടന് വേണ്ടിയിരുന്നത് ഏട്ടനെ സ്നേഹിക്കുന്നൊരു പെണ്ണെയാണ്. അതിനെനിക്ക് സാധിക്കുന്നുണ്ട്, മക്കൾക്കും പറ്റുന്നുണ്ട്. അതിലാർക്കും ഒരു സംശയവും വേണ്ട. ഇനി ഇതും പറഞ്ഞ് ചൊറിയാൻ കുറേ ആളുകളുണ്ടാകും, അവർ ചൊറിഞ്ഞോട്ടെ എന്നാണ് ദിവ്യ പറയുന്നത്. ക്രിസ്മസ് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ദിവ്യ പറഞ്ഞിരുന്നു. എന്നെ പറയുന്ന ഒരുപാട് പേരുണ്ട്, ഞാൻ കാരണമാണ് ഏട്ടന് ആ ഐശ്വര്യം കിട്ടിയെന്ന് പറയുന്നത് ഒരുപാട് പേരുണ്ട്. അങ്ങനെ രണ്ടു തരത്തിൽ ആൾക്കാർ എല്ലായിടത്തുമുണ്ട്. എന്ത് ചെയ്താലും വിമർശനം കണ്ടെത്തുന്നവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുകയാണ് ക്രിസിനെക്കുറിച്ചും ദിവ്യയെക്കുറിച്ചും. ഒരുപാട് വിമർശനക്കെതിരെയാണ് ഇവർ ജീവിക്കുന്നത്. ഇതിനിടയിലും അവരുടെ സന്തോഷത്തിന് അവർ സമയം കണ്ടെത്തുന്നുണ്ട്. ഇതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കാതെ പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവരാണ് ഇരുവരുമെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പോലും വളരെയധികം താല്പര്യമാണ്. സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആരാധകർക്കൊക്കെ തന്നെയും വളരെയധികം നന്ദിയുണ്ട് എന്നാണ് പറയുന്നത്. ദിവ്യയുടെയും ക്രിസിൻ്റെയും വാർത്തകൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ടെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം. അത്രമാത്രമാണ് പ്രേക്ഷകർ എല്ലാവരും ഇവരുടെ പിന്നാലെ നിൽക്കുന്നത്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആരാധകർക്ക് വലിയ ഇഷ്ടം തന്നെയാണ്. അതോടൊപ്പം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്ത കൂടിയായി മാറുകയാണിത്. ആരാധകർക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനോട് തന്നെ വളരെയധികം താല്പര്യമാണെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.